ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫേസ് 92 ടു ഒരു 98 വരെയൊക്കെ ഞങ്ങൾ കേരളയ്ക്ക് രഞ്ജി ട്രോഫി റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് അതിൽ ഒരാളൊക്കെ ഉള്ളൂ ഇന്ത്യക്ക് വേണ്ടി കളിക്കണം എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ആ ടീമിൽ കളിക്കുന്നത്. എൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയതാണ് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാവരും ഞങ്ങൾ നോക്കിയത് മെയിനായിട്ടും വരുന്ന ഓപ്പോണൻസിനെ നമുക്ക് തോൽപ്പിക്കണം. കാരണം നമ്മൾ സൗത്ത് സോണിൽ കർണാടക, ഹൈദരാബാദ്, തമിഴ്നാട് ഈ 2 ടീമേ ക്വാളിഫൈ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2 ടീമിനെ അപ്സെറ്റ് ചെയ്താലേ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അതുതന്നെ ഭയങ്കര ടഫാണ്. ആ സമയത്ത് സോളിഡ് സൈഡാണ് കർണാടക. കുംബ്ലെ, ദ്രാവിഡ്, ജോഷി, അങ്ങനെ വെങ്കടേഷ് പ്രസാദ്, സുജിത് സോമസുന്ദർ, അങ്ങനെ സോളിഡ് സൈഡാണ്. തമിഴ്നാട്ടിലേക്ക് റോബിൻ സിംഗ്, W രാമൻ, അതും ശരത്, ശ്രീറാം, ഹേമന്ത് ബദാനി, അങ്ങനെ കുറേ. ഹൈദരാബാദിൽ ലക്ഷ്മണുണ്ട്, വെങ്കപ്രതാപ്, രാജു ഒക്കെ സോളിഡ് സൈഡ്, എല്ലാം ഇന്ത്യ കളിച്ച പ്ലേയേഴ്സാണ്. അപ്പോൾ അവരെ നമുക്ക് അതായിരിക്കും നമ്മളുടെ ഒരു കേരള ടീമിൻ്റെ മെയിൻ മോഡ്. എനിക്കൊന്ന് ആ സമയത്ത് അനന്തൻ മാത്രമായിരിക്കും കളിച്ച് പെർഫോം ചെയ്ത് കയറണമെന്നല്ല. അപ്പോൾ എന്നെ ഇൻക്ലൂഡിങ് എന്നെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ വരെ ആ മാച്ചിൽ എന്ത് കഴിയുക, എങ്ങനെ കളി ജയിപ്പിക്കുക, ഇങ്ങനെ മാത്രമേ ഫോക്കസ് ചെയ്യൂ. അല്ലാണ്ട് എനിക്കൊരു ഇത് ജയിച്ചിട്ട് പെർഫോം ചെയ്ത് ഇന്ത്യ കളിക്കണം എന്നൊന്നും ഞങ്ങൾ ആലോചിച്ച് ആ ലെവലിലേക്കുള്ള തിങ്കിങ്ങിലേക്ക് ആയിട്ടില്ല നമ്മൾ.